അഭിമന്യു വധക്കേസിൽ കുറ്റപത്രമടക്കമുള്ള സുപ്രധാന രേഖകൾ കാണാതായതിൽ ഹൈക്കോടതി ആഭ്യന്തര അന്വേഷണത്തിന് ഉത്തരവിട്ടു. വിചാരണ കോടതിയിൽ സൂക്ഷിച്ചിരുന്ന 11 രേഖകളാണ് വിചാരണ ആരംഭിക്കാനിരിക്കെ കാണാതായത്. കോടതിയിൽ സൂക്ഷിച്ച രേഖകൾ എങ്ങനെ നഷ്ടമായി എന്നത് പോലീസ് അന്വേഷിക്കണമെന്നും ആവശ്യമുണ്ട്. അഭിമന്യു വധക്കേസിൽ പോപ്പുലർ ഫ്രണ്ടിന്റെ പങ്കുമായി ബന്ധപ്പെട്ട രേഖകൾ പരിശോധിക്കാൻ NIA സംഘം കോടതിയിലെത്തിയപ്പോഴാണ് കുറ്റപത്രമടക്കം 11 രേഖകൾ കോടതിയിൽ നിന്ന് നഷ്ടമായ വിവരം പുറത്തറിയുന്നത്. അന്വേഷണ സംഘം കോടതിയിൽ സമർപ്പിച്ച രേഖകൾ എങ്ങനെ കാണാതായി എന്നതിൽ ഇതുവരെ വ്യക്തതയില്ല. ഈ മാസം 18-ാം തീയതി കേസിന്റെ വിചാരണ ആരംഭിക്കാനിരിക്കെയാണ് നിർണായക രേഖകൾ കോടതിയിൽ നിന്നും നഷ്ടമാകുന്നത്. എറണാകുളം സെഷൻസ് കോടതിയിൽ നിന്നും വിവരം ഹൈക്കോടതിയെ അറിയിച്ചതോടെ പ്രോസിക്യൂഷനിൽ നിന്ന് പകരം രേഖകൾ വാങ്ങാൻ കോടതി നിർദ്ദേശം നൽകി. കോടതിയിൽ നിന്ന് രേഖകൾ നഷ്ടമായത് എങ്ങനെയെന്ന് അന്വേഷിക്കാൻ ഹൈക്കോടതി ആഭ്യന്തര അന്വേഷണത്തിനും നിർദ്ദേശം നൽകി. കേസ് അട്ടിമറിക്കാനുള്ള ശ്രമമാണ് നടക്കുന്നതെന്ന് KSU സംസ്ഥാന പ്രസിഡന്റ് ആരോപിച്ചു. അത് തുടക്കം മുതൽ ഞങ്ങൾ അതിൽ പറയുന്നു, അതിൽ ഇരയോടൊപ്പം വേട്ടക്കാരോടൊപ്പം ഓടുന്ന സമീപനമാണ് CPM തുടക്കം മുതൽ അനുവർത്തിച്ചു പോന്നിരുന്നത്. ആ രക്തസാക്ഷ്യത്തെ വിറ്റ് കാശാക്കിയ സംഘടനയാണ് SFIയും CPMും എന്ന് പറയുന്നത്. സംഭവത്തിൽ അന്വേഷണം വേണമെന്ന് അഭിമന്യുവിന്റെ സഹോദരനും ആവശ്യപ്പെട്ടു. അതായത് ഈ രേഖ എന്തായാലും കോടതിയിൽ നിന്ന് വെറുതെ ഇറങ്ങിപ്പോകില്ലല്ലോ. അപ്പോൾ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത് ആര്? കാരണം നീതിപീഠത്തിൽ നിന്നാണ് ഈ രേഖകൾ കാണാണ്ട് പോയേക്കുന്നത്. അപ്പോൾ നമ്മളെങ്ങനെ വിശ്വസിച്ച്, ഒരു കോടതി എങ്ങനെ വിശ്വസിച്ച് നമ്മളിത് നിൽക്കും? വീഴ്ച വരുത്തിയ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി വേണമെന്നാണ് SFIയുടെ ആവശ്യം. ഏതൊരു കേസിന്റെയും അന്വേഷണം പൂർത്തിയാക്കി പോലീസ് കോടതിയിൽ സമർപ്പിക്കുന്ന കുറ്റപത്രമടക്കമുള്ള രേഖകൾ കോടതിയിൽ നിന്നൊരിക്കലും സ്വയം അപ്രത്യക്ഷമാകില്ല. അതിനു പിന്നിൽ ബോധപൂർവമായ ഇടപെടലുകൾ തന്നെ ഉണ്ടായിരിക്കാം. അത് ആര് നടത്തിയെന്നത് കണ്ടെത്തേണ്ടത് പോലീസാണ്. S. ശ്യാംകുമാർ, 24, കൊച്ചി.